കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ശാരദാമ്മയും പരമേശ്വരൻ നായരുമൊക്കെ. എല്ലാവരെയും കണ്ട് ദേഷ്യപ്പെട്ട് സരള പറയുകയാണ്, ഇപ്പോൾ പൂച്ച് പുറത്തായല്ലോ, ഇപ്പോൾ തന്നെ ഈ പെൺപിശാചിനെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം. അന്നേരം സത്യഭാമ പറയുകയാണ്, ഞാനല്ല അത് ചെയ്യേണ്ടത്, ഇവളെ ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കാനുള്ള യോഗ്യത മറ്റൊരാൾക്കാണ്, അത് ഈ സുസ്മിതയ്ക്കാണെന്ന് സത്യഭാമ പറയുന്നു. ഇത് കേട്ടുകൊണ്ട് സുസ്മിത ശാലിനിയുടെ അടുത്തേക്ക് വരുമ്പോൾ കൈവച്ച് തടഞ്ഞുകൊണ്ട് വിഷ്ണു പറയുകയാണ്, സുസ്മിതേ വേണ്ട. അന്നേരം സത്യഭാമ പറയുകയാണ്, വിഷ്ണു നീ ഇതിൽ ഇടപെടണ്ട, അവളെ അടിച്ചു പുറത്താക്കാൻ പറഞ്ഞത് ഈ സത്യഭാമയാണ്. ഭാമയെ നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി സത്യഭാമ പറയുകയാണ്, ഒരു സംസാരിച്ച് തീർക്കലും സന്ധി ചേർക്കലും ഒന്നും ഇവിടെ ഇനി ഇല്ല. ഇവിടെ നടന്നതെല്ലാം രാഘവേട്ടൻ കണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞത് ന്യായമല്ലെങ്കിൽ രാഘവേട്ടന് വിലക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ രാഘവേട്ടൻ ഇതിലേക്ക് ഇടപെടാൻ വരണ്ട. അതിനുശേഷം അടിച്ചു പുറത്താക്കവളെന്ന് സുസ്മിതയോട് പറയുന്നു സത്യഭാമ. ശാലിനിയുടെ അടുത്തേക്ക് സുസ്മിത വരുമ്പോൾ കൈ ചൂണ്ടി ശാലിനി പറയുകയാണ്, ദേഹത്ത് തൊട്ടുപോകരുത്, ആരും എന്നെ അടിച്ചു പുറത്താക്കേണ്ട. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ വാങ്ങി ഇവിടെ നിന്നും ഇറങ്ങാനാണ് എൻ്റെ വിധി. പക്ഷേ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. വാ അമ്മേ പോകാമെന്ന് ശാരദാമ്മയോട് പറയുമ്പോൾ സങ്കടത്തോടു കൂടി ശാരദാമ്മ മോളെ എന്ന് വിളിക്കുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും കൊണ്ടുപോകാനുമില്ല. എന്നിട്ട് വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങുവാണെന്ന് സങ്കടത്തോടു കൂടി ശാലിനി പറയുന്നു. അതിനുശേഷം ശാരദാമ്മയുടെ കൈയും പിടിച്ച് ശാലിനി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഒന്ന് നിന്നേ. വിഷ്ണു പറയുകയാണ്, എല്ലാം ഞാൻ കണ്ടു കേട്ടു, പക്ഷേ ഒരു സംശയം കൂടി ബാക്കിയുണ്ട്, അതിൻ്റെ ഉത്തരം കൂടി കിട്ടിയാലേ ചിത്രം വ്യക്തമാവുകയുള്ളൂ. എന്നിട്ട് പരമേശ്വരൻ നായരോട് ചോദിക്കുകയാണ്, നിങ്ങളെ വിളിച്ച അതേ നമ്പറിൽ നിന്ന് തന്നെയാണോ സുസ്മിതയുടെ ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്? അല്ല, രണ്ടും രണ്ട് നമ്പറാണെന്ന് പരമേശ്വരൻ നായർ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ശരി എങ്കിൽ ആ നമ്പറിലേക്ക് കൂടി ഒന്ന് വിളിച്ചു നോക്കണം. അല്ല, അത് ആരുടെ ഫോണാണെന്ന് അറിയാമല്ലോ. അന്നേരം വെപ്രാളപ്പെട്ട് സുസ്മിത പറയുകയാണ്, ആ നമ്പറിലേക്ക് എന്തിനു വിളിക്കണം? ചതിച്ചത് ഇവള് തന്നെയാണെന്ന് ബോധ്യമായില്ലേ? അന്നേരം ചിരിച്ച് വിഷ്ണു പറയുകയാണ്, അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ സുസ്മിതേ. ഈ ഫോണൊക്കെ ഉപയോഗിച്ച് ഒരുപാട് തട്ടിപ്പൊക്കെ നടക്കുന്ന കാലമല്ലേ, അതുകൊണ്ട് ഒന്നുകൂടി വിളിച്ചു നോക്കണം സാർ ആ നമ്പറിലേക്കെന്ന് പറയുകയാണ് വിഷ്ണു. അതേസമയം പരമേശ്വരൻ നായർ ഫോൺ ചെയ്യുമ്പോൾ ബെല്ലടിക്കുന്നത് സുസ്മിതയുടെ കൂട്ടുകാരിയുടേതാണ്. എല്ലാവരും അവിടേക്ക് തന്നെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഫോട്ടോ മോർഫ് ചെയ്ത് അയച്ചു കൊടുത്തതാണെങ്കിൽ ഈ ബന്ധം മുടക്കിയത് ആരാണെന്ന് അമ്മയ്ക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി വേണം വിധി പറയാനായിട്ട്, അതാണ് യഥാർത്ഥ ന്യായവിധിയെന്ന് വിഷ്ണു പറയുന്നു. അന്നേരം ആകെ പരിഭ്രമിച്ചവിടെ നിൽക്കുകയാണ് സുസ്മിത. പെട്ടെന്ന് സുസ്മിത താൻ കുറ്റക്കാരിയല്ല എന്ന് തെളിയിക്കാനായി കൂട്ടുകാരിയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എടി ദുഷ്ടേ, നീ എൻ്റെ ഒപ്പം കൂടിയത് ഇതിനായിരുന്നു അല്ലേ? ഒരു സഹോദരിയെ പോലെയല്ലേ നിന്നെ ഞാൻ കണ്ടത്? ഇത്രയും ദ്രോഹം എന്നോട് ചെയ്യാനായിട്ട് എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തതെന്നൊക്കെ കഴുത്തിന് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് സുസ്മിത. എന്നെ വിടെന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് രാഘവൻ നായർ പറയുകയാണ്, ആരെങ്കിലും അവളെ ഒന്ന് പിടിച്ചു മാറ്റ്, അല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അന്നേരം സരളയും ഏട്ടനും ചേർന്ന് സുസ്മിതയെ പിടിച്ചു മാറ്റുന്നു. അന്നേരവും സുസ്മിത പറയുന്നുണ്ട്, ചാവുകയാണ് വേണ്ടത് ശവം, ഫ്രണ്ടെന്നൊക്കെ പറഞ്ഞ് കൂടെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പിറുപിറുക്കുകയാണ് സുസ്മിത. സുസ്മിതയുടെ അഭിനയം മനസ്സിലാകാതെ സത്യഭാമയും പറയുകയാണ്, ഇവളെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല, പെട്ടെന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യാൻ തുടങ്ങുകയാണ് സത്യഭാമ. അന്നേരം മറ്റേ കൂട്ടുകാരി പറയുകയാണ്, വേണ്ട ആൻറ്റി, പോലീസിനെ വിളിക്കരുത്, ഇവളോടൊപ്പം ഞാനും കൂടി ചേർന്നാണ് ആ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്തത്. രംഗം വഷളാകും എന്ന് കണ്ട സുസ്മിത പറയുകയാണ്, എടി നീ മിണ്ടരുതെന്ന്. അന്നേരം മറ്റേ കൂട്ടുകാരി പറയുകയാണ്, ഇവളെ ഇങ്ങനെ ഇവിടെ ഇട്ട് തല്ലി ചതച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല, ഞാൻ സത്യാവസ്ഥയെല്ലാം തുറന്നു പറയും. അതിനുശേഷം ആ കൂട്ടുകാരി പറയുകയാണ്, എല്ലാവരും ഇത് കേൾക്കണം, മൂന്നാമതൊരാൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തത്. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾക്കിവിടുന്ന് ഒരു ദേഹോപദ്രവവും ഉണ്ടാകില്ലെന്ന് നിങ്ങൾ ഉറപ്പു തരണം. അന്നേരം സത്യഭാമ പറയുകയാണ്, നടന്നതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം, നിങ്ങളുടെ ദേഹത്ത് ഒരു പൂഴി മണ്ണ് പോലും ഇവിടെ നിന്നും വീഴില്ല. ഇത് സത്യഭാമയുടെ വാക്കാണെന്ന് പറയുമ്പോൾ ആൻറ്റിന്ന് വിളിച്ച് തടയാൻ ശ്രമിക്കുകയാണ് സുസ്മിത. അന്നേരം സത്യഭാമ പറയുകയാണ്, അവർ പറയട്ടെ. അന്നേരം കൂട്ടുകാരി പറയുകയാണ്, ഞങ്ങളെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത് ഇവളാണ്, ഈ സുസ്മിത തന്നെ. അത് കേട്ട് എല്ലാവരും അന്തിച്ചു നിൽക്കുകയാണ്. കൂട്ടുകാരി പറയുകയാണ്, സുസ്മിത പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്.
പച്ച കള്ളം പറയുന്നോടിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വീണ്ടും ആ കൂട്ടുകാരിയുടെ കഴുത്തിന് പിടിക്കുകയാണ് സുസ്മിത. അന്നേരം ദേഷ്യപ്പെട്ട് സുസ്മിതയെ പിടിച്ചു മാറ്റി വിഷ്ണു പറയുകയാണ്, തൊട്ടുപോകരുത് അവളുടെ, ഇവളുടെ ദേഹത്ത് ഒരു പൂഴി മണ്ണ് പോലും വീഴില്ലെന്ന് എൻ്റെ അമ്മ കൊടുത്ത വാക്കാണ്. എന്താ അമ്മേ അങ്ങനെയല്ലേ എന്ന് സത്യഭാമയെ നോക്കി ചോദിക്കുമ്പോൾ അത് സമ്മതിക്കുന്നു സത്യഭാമയും. ബാക്കി കൂട്ടുകാരി പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്, എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്നായിരുന്നു സുസ്മിതയ്ക്ക്. അത് താനല്ല ശാലിനിയാണ് ചെയ്തതെന്ന് അവൾക്ക് വരുത്തി തീർക്കുകയും ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി ആദ്യം അവൾ ചെയ്തത് ശാലിനിയുടെ ഫോൺ കൈക്കലാക്കുകയായിരുന്നു. പിന്നീട് നടന്ന സംഭവങ്ങൾ പറയുകയാണ് കൂട്ടുകാരികൾ. തുടർന്ന് കാണിക്കുന്നത് ശാലിനി റൂമിൽ നിന്ന് സാരിയൊക്കെ മടക്കി വയ്ക്കുന്നതാണ്. തുടർന്ന് ഫോൺ എടുക്കാനായി സുസ്മിത ശാലിനിയുടെ റൂമിലേക്ക് വരുമ്പോൾ ശാലിനി അവിടെ ഇരിക്കുന്നത് കാണുന്നു. ആ ഫോൺ എങ്ങനെ എടുക്കുമെന്ന് സുസ്മിത വാതിൽക്കൽ നിന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും പ്രീതി ശാലിനിയെ താഴെ നിന്നും വിളിക്കുകയാണ്. ദാ വരുന്നു എന്നും പറഞ്ഞ് ശാലിനി പോകുന്നു. തുടർന്ന് ശാലിനിയുടെ റൂമിലേക്ക് കയറി ഫോൺ എടുത്ത ശേഷം സുസ്മിത പറയുകയാണ്, ദൈവം എൻ്റെ കൂടെ തന്നെ ആടി, അല്ലെങ്കിൽ ഈ സമയത്ത് ആ പ്രീതിക്ക് നിന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇനി ഞാൻ ചെയ്യുന്ന ജോലി നീ കൂടെ കിടത്തി ഉറക്കുന്ന ഈ മൊബൈൽ തന്നെ ചെയ്തോളും എന്ന് കരുതുകയാണ് സുസ്മിത. അതിനുശേഷം ശാലിനിയുടെ ഫോണുമായി പോവുകയാണ് സുസ്മിത. തുടർന്ന് റൂമിലെത്തുന്ന സുസ്മിതയോട് കൂട്ടുകാരികൾ കിട്ടിയോടിയെന്ന് തിരക്കുന്നു. കിട്ടിയെന്ന് പറഞ്ഞു, എങ്കിൽ ഇതിൽ നിന്ന് തന്നെ വിളിക്കാം, അപ്പോൾ ശാലിനി വിളിക്കുന്നതായിട്ട് കണക്കാക്കുമല്ലോ എന്ന് കൂട്ടുകാരികൾ പറയുകയാണ്. അന്നേരം ഫോണിൽ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ സുസ്മിത കരുതുകയാണ്, ആൻറ്റിയുടെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങിവെച്ചത് എത്ര നല്ലതായി. തുടർന്ന് പരമേശ്വരൻ നായരെ ഫോൺ ചെയ്ത് സുസ്മിത തന്നെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറയുകയാണ്. കുടിയും കൂത്താട്ടവും മാത്രമല്ല, ഈ പ്രായത്തിനിടെ 3-4 അബോർഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പരമേശ്വരൻ നായരോട് സുസ്മിത തന്നെ പറയുന്നു. ഇതൊക്കെ കേട്ട് പരസ്പരം നോക്കി ചിരിക്കുകയാണ് കൂട്ടുകാരികൾ. അതിനുശേഷം സുസ്മിത ഫോൺ വയ്ക്കുമ്പോൾ എന്താണെന്ന് കൂട്ടുകാരികൾ ചോദിക്കുന്നു. സുസ്മിത പറയുകയാണ്, അയാൾക്ക് വിശ്വാസമായില്ലെന്ന്. നല്ല വീട്ടിലെ പെൺപിള്ളേരുടെ കല്യാണം മുടക്കാനായിട്ട് ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്നാണ് അയാൾ പറയുന്നതെന്നും സുസ്മിത പറയുന്നു. അപ്പോൾ പ്ലാൻ ബി എന്ന് കൂട്ടുകാരി പറയുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ്, നമ്മളന്ന് ക്ലബിലെ പാർട്ടിക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോസ് ഇല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം ഫോണിൽ സുസ്മിത സിഗരറ്റ് വലിക്കുന്ന ഫോട്ടോയൊക്കെ കാണിക്കുകയാണ്. ഇത് തന്നെ ധാരാളം മതി ഒരു കല്യാണാലോചന മുടക്കാനെന്ന് സുസ്മിത പറയുന്നു. ഇതങ്ങോട്ട് അയച്ചു കൊടുക്കാം, അയാൾക്ക് വിശ്വാസമാകാൻ വേണ്ടിയെന്ന് പറയുന്നു. അതിനോടകം തന്നെ കൂട്ടുകാരികൾ ഫോട്ടോ സെൻഡ് ചെയ്യുകയാണ്. അയാൾ നോക്കാതിരുന്നാലോ എന്ന് സംശയം പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ആകാംക്ഷ അത് എല്ലാവർക്കും ഉള്ളതാണ്, എന്തായാലും കണ്ടിരിക്കും. അന്നേരം കൂട്ടുകാരി പറയുകയാണ്, ബ്ലൂ ടിക്ക് വന്നു, അയാൾ കണ്ടിരിക്കുന്നു. പക്ഷേ ഫോൺ കോൾ ശാലിനിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചതെങ്കിലും ഫോട്ടോ അയച്ചത് സുസ്മിതയുടെ ഫോണിൽ നിന്നായിരുന്നു. അതിനുശേഷം ശാലിനിയുടെ ഫോൺ തിരിച്ചു വച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ശാലിനിയുടെ റൂമിലേക്ക് പോവുകയാണ് സുസ്മിത. ശാലിനിയുടെ മുറിയിലേക്ക് ചെന്ന ശേഷം ഫോൺ കട്ടിലിൽ വെച്ചിട്ട് സുസ്മിത പറയുകയാണ്, ഇനി ഇവിടെ ഇരുന്നോ, നിന്നെ കൊണ്ടുള്ള എൻ്റെ ഉപയോഗം കഴിഞ്ഞു, താങ്ക് യു വെരി മച്ച്. അതിനുശേഷം സുസ്മിത പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റൂമിലേക്ക് വരികയാണ് ശാലിനി. സുസ്മിത പോയ ശേഷമാണ് ശാലിനി റൂമിലേക്ക് വരുന്നത്. അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും സാരിയൊക്കെ മടക്കി വയ്ക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് കൂട്ടുകാരികൾ പറഞ്ഞ സംഭവങ്ങൾ. വീണ്ടും കൂട്ടുകാരി പറയുകയാണ്, ശാലിനി തികച്ചും നിരപരാധിയാണ്, ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് സുസ്മിത പറഞ്ഞിട്ട് തന്നെയാണ്. ഇതെല്ലാം കേട്ട് വിഷ്ണു പറയുകയാണ്, അപ്പോൾ എല്ലാവരും എല്ലാം കേട്ടല്ലോ, ഇനി അമ്മയ്ക്ക് ശിക്ഷ വിധിക്കാം. കുറ്റം ചെയ്തത് ആരായാലും ശിക്ഷാവിധി ഒരുപോലെ ആയിരിക്കണം. അവരുടെ സ്ഥാനം ഈ പടിക്ക് പുറത്താവണമെന്ന് മാത്രം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിഷ്ണു. ആകെ സങ്കടപ്പെട്ടു നിന്ന സരള സുസ്മിതയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, എന്തിനാടി ഈ ദ്രോഹം നീ ഞങ്ങളോടൊക്കെ ചെയ്തത്? എന്തിനാ ഇങ്ങനെ നാണം കെടുത്താനായിട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞ് കരയുകയാണ് സരള. തുടർന്ന് സത്യഭാമ പറയുകയാണ്, നിക്ക്, സുസ്മിത തന്നെ പറയട്ടെ, അവൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന്. ആലോചിച്ചു നിൽക്കുന്ന സുസ്മിതയോട് വിഷ്ണുവും ചോദിക്കുകയാണ്, എല്ലാം നിനക്ക് ബോധ്യപ്പെട്ടല്ലോ, ഇനിയെങ്കിലും നീ സത്യം തുറന്നു പറയണം. എന്തിനൊക്കെ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത്? നിരപരാധിയായ ശാലിനിയുടെ തലയിലേക്ക് എന്തിനാണ് നീ കുറ്റം കെട്ടിവെക്കാനായിട്ട് ശ്രമിച്ചത്? ആകെ നിയന്ത്രണം വിട്ട് വിഷ്ണുവിന് നേരെ കൈ ചൂണ്ടി സുസ്മിത പറയുകയാണ്, അതിന് കാരണം നിങ്ങൾ ഒരാൾ മാത്രമാണ് വിഷ്ണുവേട്ടാ, നിങ്ങൾ ഒരാൾ മാത്രം. നിങ്ങളെ എനിക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ട്, നിങ്ങളെ മറന്ന് എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അന്നേരം മിണ്ടാതെ വിഷ്ണു നിൽക്കുമ്പോൾ പ്രീതി പറയുകയാണ്, നല്ല കാരണം തന്നെ, എൻ്റെ ഏട്ടൻ വിവാഹിതയാണെന്ന് സുസ്മിക്ക് അറിയില്ലേ? അത് ശരിവെച്ച് രാഘവൻ നായരും പറയുകയാണ്, അതെ, അന്യസ്ത്രീയുടെ ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പാപമാണ്. പറഞ്ഞു കൊടുക്ക് ഫാമെ, നീ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതെന്ന് ഫാമയോടും രാഘവൻ നായർ ചോദിക്കുന്നു. ഈ മെന്റാലിറ്റി ആണെങ്കിൽ ശാലിനിയെ അപകടപ്പെടുത്താൻ പോലും ഇവള് ശ്രമിക്കില്ല എന്നാണ് എൻ്റെ തോന്നലെന്നും രാഘവൻ നായർ പറയുന്നു.
വീണ്ടും സങ്കടം അഭിനയിച്ച് ശാലിനി പറയുകയാണ്, ഒരിക്കലുമില്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും എൻ്റെ മനസ്സിലില്ലെന്നും സുസ്മിത പറയുന്നു. കുട്ടിക്കാലം മുതലേ ഞാൻ മോഹിച്ചതാണ് വിഷ്ണുവേട്ടനെ. പെൻസിൽ കൊണ്ട് എഴുതിയത് കടലാസിൽ നിന്നും മായ്ച്ചു കളയുന്നത് പോലെ ഇതങ്ങനെ പെട്ടെന്ന് മായ്ച്ചു കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അന്ന് വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഞാൻ അനുഭവിച്ച പ്രാണവേദന, മനോവിഷമം വീണ്ടും ഒരു തിരിച്ചുവരവിന് വേണ്ടിയല്ല, മരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനന്ന് വിഷം കഴിച്ചത്. അങ്ങനെ മരണവേദന അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരുമുണ്ടാകില്ല, എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ കരഞ്ഞു പറയുകയാണ് സുസ്മിത. അന്ന് ഞാൻ അനുഭവിച്ച വേദനയുടെയും അപമാനത്തിൻ്റെയും ഒരംശമെങ്കിലും എനിക്ക് ശാലിനിയെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. അത്രമാത്രം, അല്ലാതെ കൂടുതലൊന്നും എന്ന് പറഞ്ഞ് വീണ്ടും കരയുന്നു സുസ്മിത. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ നിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്തിനാ സുസ്മിതേ നീ മറ്റൊരു ബന്ധത്തിന് സമ്മതം മൂളിയത്? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നാടകം കളി എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, മതി നിർത്ത്, എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് അവളെ ആക്രമിക്കണ്ട. ഇവളിവിടെ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തെങ്കിൽ അവളുടെ മനസ്സിൽ ആ മോഹം മുളപ്പിച്ച ഞാനും സരളയും ഒക്കെ കുറ്റക്കാരിയാണ്. ഇവളൊരു പാവം പെണ്ണും എന്ന് സത്യഭാമ പറയുമ്പോൾ സത്യഭാമയുടെ കൈ പിടിച്ച് വീണ്ടും കരഞ്ഞ് സുസ്മിത പറയുകയാണ്, ആൻറ്റിക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ. സുസ്മിതയുടെ കൈ മുറുകെ പിടിച്ച് സത്യഭാമ പറയുകയാണ്, അതേ മോളെ, നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ ചോദിക്കുകയാണ്, പക്ഷേ എൻ്റെ ചില ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തന്നേ മതിയാവൂ. ചെയ്ത തെറ്റിൻ്റെ ആഴവും വ്യാപ്തിയും എത്രയാണെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടെന്ന് സുസ്മിത പറയുമ്പോൾ വീണ്ടും സത്യഭാമ ചോദിക്കുകയാണ്, ചെയ്ത തെറ്റിൽ മനസ്താപമുണ്ടോ നിനക്ക്? ഉണ്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ നോക്കി പറയുകയാണ്, ഇനി വിഷ്ണുവേട്ടനെ മറക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ കുറച്ച് സമയം എനിക്ക് വേണമെങ്കിൽ മറ്റൊരു കല്യാണത്തിനും ഞാൻ തയ്യാറാകാം. മനസ്സുകൊണ്ട് റെഡിയാവാൻ എനിക്ക് അല്പം സമയം, അതുമാത്രം മതിയെന്ന് പറയുകയാണ് സുസ്മിത. ഇപ്പോൾ എനിക്ക് ആരോടും ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല, ശാലിനിയോട് പോലും എന്നും സുസ്മിത പറയുന്നു. അവളോട് വേണമെങ്കിൽ ഞാൻ മാപ്പ് എന്ന് പറയുമ്പോൾ അത് തടഞ്ഞ് സത്യഭാമ പറയുകയാണ്, വേണ്ട, നീ ആരോടും മാപ്പ് ചോദിക്കാനും കാല് പിടിക്കാനുമൊന്നും പോകണ്ട. തെറ്റു മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നവരെ വീണ്ടും ശിക്ഷിക്കാൻ പാടില്ല നമ്മൾ. ഒരാളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് നീ ചെയ്തതൊക്കെ ഈ സത്യഭാമ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ സത്യഭാമയുടെ ആ തീരുമാനം രാഘവൻ നായർക്കും പ്രീതിക്കും വിഷ്ണുവിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, അതാണ് ഈ സത്യഭാമയുടെ തീരുമാനമെന്ന് അവസാന തീരുമാനം പറയുന്നു സത്യഭാമ. അതിനുശേഷം സത്യഭാമ പരമേശ്വരൻ നായരോട് മാപ്പ് പറയുകയാണ്, നിങ്ങളെ ഇവിടെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചതിന് സുസ്മിതയുടെ പേരിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് പരമേശ്വരൻ നായരുടെ മുമ്പിൽ തൊഴുതു നിൽക്കുകയാണ് സത്യഭാമ. അത് സാരമില്ല സത്യഭാമയെന്ന് പരമേശ്വരൻ നായർ പറയുന്നു. അപ്പോൾ ശരി, ഇവിടെ കാര്യങ്ങൾ നടക്കട്ടെ, ഞങ്ങൾ ഇറങ്ങുവാണെന്നും പറഞ്ഞ് പരമേശ്വരൻ നായരും കുടുംബവും അവിടെ നിന്നും പോവുകയാണ്. തുടർന്ന് ശാരദാമ്മയോട് ശാരദ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കിവളോട് സംസാരിക്കണം, ചേട്ടൻ പൊയ്ക്കോ എന്ന് ശാരദാമ്മ പറയുന്നു. പക്ഷെ അതേസമയം സത്യഭാമയുടെ തീരുമാനം ഇഷ്ടപ്പെടാതെ ആകെ ദേഷ്യപ്പെട്ട് പല്ലൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് സത്യഭാമ സരളയോട് പറയുകയാണ്, എൻ്റെ മോനെ കൊണ്ട് ഇവളെ രണ്ടാംകെട്ട് കെട്ടിക്കാനല്ല, എൻ്റെ മോനേക്കാൾ കേമനായ ഒരുത്തനെ കൊണ്ട് ഇവളെ കെട്ടിക്കാനാണ് ഇവളെ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് ഇവളെ ഇനിയും ഇവിടെ നിർത്താമെന്ന് ഭാമ പറയുമ്പോൾ എന്നേക്കാൾ എനിക്ക് വിശ്വാസം എൻ്റെ മകളുടെ കാര്യത്തിൽ നിന്നെ തന്നെയാണെന്ന് സരളയും പറയുന്നു. ആ സാഹചര്യത്തിൽ എൻ്റെ നാവിൽ നിന്നും അറിയാതെ വീണതാണ്, നീ എന്നോട് ക്ഷമിക്കെന്നും സരള പറയുന്നു. എനിക്കും ആൻറ്റിയുടെ കൂടെ നിന്നാൽ മതി അമ്മയെന്ന് സുസ്മിത പറയുകയാണ് സരളയോട്. മോൾ ആൻറ്റിയുടെ കൂടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കൈ പിടിച്ച് സത്യഭാമയുടെ കയ്യിലേക്ക് വച്ചിട്ട് സരള പറയുകയാണ്, ഇവളെ മിടുക്കിയാക്കിയിട്ട് എനിക്ക് തിരികെ തന്നാൽ മതി. അന്നേരം രണ്ട് കൈകളും ചേർത്ത് പിടിക്കുകയാണ് സത്യഭാമ. അന്നേരം തനിക്ക് വീണ്ടും സത്യഭാമയുടെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റിയത് ഓർത്ത് സന്തോഷിക്കുകയാണ് സുസ്മിത. അവിടെ നടക്കുന്നതൊന്നും ഇഷ്ടപ്പെടാതെ രാഘവൻ നായർ പ്രീതിയോട് ദേഷ്യപ്പെട്ടു പറയുകയാണ്, പ്രീതി, എന്നെ നീ റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോ. അന്നേരം രാഘവൻ നായരെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രീതി. തുടർന്ന് ശാരദ ശാലിനിയോട് പറയുകയാണ്, മോളെ ഞാൻ ഇറങ്ങട്ടെ, നീ വാ എന്ന് പറയുന്നു. അന്നേരം ശാരദാമ്മയുടെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് ശാലിനി. അവിടെ തന്നെ ദേഷ്യപ്പെട്ട് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അന്നേരവും വിഷ്ണു. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.